I am Ennemcien. Entrance Physics, Part 2 from plus 2 topics. Fifth question. N alpha particles, small letter n alpha particles per second are emitted from n atoms, capital N atoms of a radioactive element. Half-life of the element is A. Small n by capital N, B. Capital N by small n, C. 0.693 into capital N by small n, D. 0.693 into small n by capital N. N alpha particles per second emission എന്ന് പറയുമ്പോൾ അത് dN by dt ആണ്. dN by dt എന്ന് പറഞ്ഞാൽ ലാംഡ n. ആ dN by dt ഇവിടെ സ്മോൾ n ആണ്. ചുരുക്കത്തിൽ ലാംഡ n equals small n or lambda is small n by n. But lambda is 0.693 by half-life T half. Therefore, half-life T half equals 0.693 into small n divided by into capital N divided by small n. That is it. So choice is C. Choice is C. Next, question number 6. Suppose the charge of a proton and an electron in hydrogen atom differ slightly by delta E, small letter e, delta E. That is, charge of electron is minus E and charge of proton is E plus delta E. When two hydrogen atoms with the above charges are placed at d distance apart, electrostatic force is balanced by gravitational force. Then the order of magnitude of delta E is, take mass of hydrogen as 1.67 into 10 raised to minus 27 kilogram. Choice A, 10 raised to minus 20 coulomb, B, 10 raised to minus 23 coulomb, C, 10 raised to minus 37 coulomb, D, 10 raised to minus 47 coulomb. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ഇ ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇ പ്ലസ് ഡെൽറ്റ ഇ ആണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് നെറ്റായിട്ടുള്ള ഇലക്ട്രിക് ചാർജ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, മൈനസ് ഇ പ്ലസ് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് ഡെൽറ്റ ഇ ചാർജ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനുണ്ട്. അപ്പോൾ ഇത്തരം രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അടുത്തടുത്ത് വെച്ചാൽ they will repel by electrostatic force. At the same time they are attracted by gravitational force. ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ ഡെൽറ്റ ഇ എത്ര അതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്, അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ നെറ്റ് ചാർജ് ഡെൽറ്റ ഇ ആണ്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അടുത്തടുത്ത് വരുമ്പം Q1 Q2 എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ഇ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് 9 into 10 raised to 9 into delta E into delta E, Q1 Q2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇ സ്ക്വയർ ബൈ ഡി സ്ക്വയർ. ദറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 6.6 into 10 raised to minus 11 Gm1m2 by r square. മാസ് തന്നിട്ടുണ്ട് 1.67 into 10 raised to minus 27. അതിൻ്റെ സ്ക്വയർ വരുമല്ലോ m1 m2 the whole square divided by d square. d square ഒക്കെ പോകും. ഇനി
ഇതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എടുക്കുക. 9 × 10⁻⁹ എന്ന് പറയുമ്പോൾ ഇത് 5-ൽ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ ഇത് 10 അങ്ങ് എടുക്കുക. അപ്പോൾ 10 × 10⁻⁹ 10⁻10 ആണ് ഇതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇതും 6.6 എന്നുള്ളത് 10 എന്ന് എടുക്കാം. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എടുക്കും. അപ്പോൾ 10 × 10⁻11 എന്ന് പറയുമ്പോൾ 10⁻10. ഇത് 5 കുറവാണ് 1.67. അപ്പോൾ ഇവിടുത്തെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 10⁻27. അതിൻ്റെ സ്ക്വയർ ഉണ്ട് മുകളിൽ. ഇപ്പോൾ 10⁻10 × Δ E² = 10⁻10. ഇത് 10 എന്ന് എടുത്തു. 10⁻11 അപ്പോൾ 10⁻10 × 10⁻54 സ്ക്വയർ എടുക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ 10⁻5 × Δ E = 10⁻5 × 10⁻27. ഇതിൽ നിന്ന് Δ E സോൾവ് ചെയ്യുക. അപ്പോൾ 10⁻37 എന്ന് വരും. അത്രയും കുളം. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ചോയ്സ് ഈസ് C. Question number 7. The wavelength of an electron lambda E and the wavelength of a photon lambda p of same energy E are related by A. Lambda p is proportional to 1/√of lambda E. B. Lambda p proportional to lambda E square. Lambda p. C. Lambda p proportional to lambda E. D. Lambda p proportional to square root of lambda E. ഈ lambda p എന്ന് lambda E എന്നൊക്കെ പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റാണ്. എനർജി ഫോട്ടോൺ ഇലക്ട്രോൺ. ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ hν ആണ്. hν എന്ന് പറഞ്ഞാൽ hc/λ. ന്യൂ ഈസ് c/λ. ഇതേ എനർജി തന്നെ ഇലക്ട്രോണിനുള്ളത്. ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് മൊമെൻറ്റം p²/2m. പി എന്ന് പറഞ്ഞാൽ h/λ. ഡീബ്രോഫ് വേവ് ലെങ്ത്. ലാംഡ ഈസ് h/p or p ഈസ് h/λ. അപ്പോൾ പിയുടെ സ്ഥാനത്ത് h/λ/e. ഇലക്ട്രോൺ ആയതുകൊണ്ട് ലാംഡ ഡീബ്രോഫ് വേവ് ലെങ്ത് ലാംഡ ഇന്നത്. അപ്പോൾ p² ഈസ് h²/λ/e². ഇവിടെ ഡിനോമിനേറ്ററി ലാംഡ പി ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്ററി ലാംഡ e² ഉണ്ട്. അപ്പോൾ എന്തോ എഴുതാം, ലാംഡ പി ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ e². രണ്ടും ഡിനോമിനേറ്ററിലല്ലേ. പ്രൊപ്പോർഷണൽ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ, ഈക്വൽ എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. പ്രൊപ്പോർഷണൽ. ദിസ് ഈസ് ദി ആൻസർ. ദ ചോയ്സ് ഈസ് ബി. ബി ഈസ് ദി ചോയ്സ്. Question number 8. A plano-convex lens fits exactly into a plano-concave lens. Their open faces are parallel to each other. If the lenses are made of different materials of refractive indices μ1 and μ2, and r is the radius of curvature of the curved surface of the lenses, then focal length of the combination is A. 2r, capital R, 2r by μ2 minus μ1. B. r by 2 into μ1 plus μ2. C. r by 2 into μ2 minus μ1. D. r by μ1 minus μ2. ഇതാണ് ചോയ്സ്. പ്ലാനോ കോൺവെക്സ് ലെൻസ്, പ്ലാനോ കോൺകേവ് ലെൻസ്. ഈ കേർഡ് സർഫസ് എക്സാക്റ്റ് ആയിട്ട് ഫിറ്റ് ആകുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ റേഡിയസ് തുല്യമാണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് μ1 μ2. ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റിയാ, പ്ലെയിൻ അല്ലേ. ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ റേഡിയസ് ഇൻഫിനിറ്റിയാ. ഇതിൻ്റെ R1 ഇങ്ങോട്ടാണ്, മൈനസ്
ഇതിൻ്റെ -r എന്ന് എടുക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ r തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ R2 ഈസ് -r. ഇതിൻ്റെ R1 ഈസ് -r. ഇതാ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ്, ഇതിൻ്റെ സെക്കൻഡ് ഫേസ്. ആ ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് വീഴുന്നതായിട്ടല്ല സങ്കല്പിക്കും. ഇനി ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉപയോഗിക്കുക. 1/f ഈക്വൽസ് μ-1 ഇൻറ്റു 1/r1 - 1/r2. അപ്പോൾ 1/f1 ഈക്വൽസ് μ1 - 1 ഇൻറ്റു 1/r മൈനസ് 1/∞. പ്ലെയിനോ കോൺവെക്സിൻ്റെ 1/r1 ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ 1/∞ മൈനസ് 1/-r. ദറ്റ് ഈസ് 1/f1 ഈക്വൽസ് μ1 - 1/r. ഈ ഫോർമുലയൊന്നും എഴുതാൻ ഇടയാവരുത്. ഇതെല്ലാം പഠിച്ചിട്ടേ പോകാവൂ. ഇനി പ്ലെയിനോ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ 1/f2 ഈക്വൽസ് μ2 - 1 ഇൻറ്റു 1/r1. r1 ഈസ് -r. അപ്പോൾ 1/-r മൈനസ് 1/∞. ഓർ ദിസ് ഈസ് μ2 - 1/-r. ആ മൈനസ് എടുത്തിടുമ്പോൾ 1 - μ2 എന്ന് എഴുതാം. 1 - μ2/r. എങ്കിൽ ഇത് കോൺടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ, ഇത് രണ്ടും കൂടെ കോൺടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇക്വലൻറ്റ് ഫോക്കൽ ലെങ്ത് 1/f ഈക്വൽസ് 1/f1 പ്ലസ് 1/f2. അപ്പോൾ 1/r രണ്ടിടത്തും കോമൺ ആയിട്ട് വരും. ഇൻറ്റു μ1 - 1 പ്ലസ് 1 - μ2. ഓർ ഇത് μ1 - μ2 എന്ന് വരുമല്ലോ. ഓർ f ഈക്വൽസ് ഇതിൻ്റെ റെസിപ്രോക്കൽ r/μ1 - μ2. അത് പ്രാക്ടീസ് ചെയ്തിട്ടെടുപ്പം ഈ റിലേഷൻ തലേ കൂടെ പോകാൻ ടക്കെന്ന് എഴുതുക. അനദർ വൺ 9. A centimeter scale with least count 1 millimeter is placed across the objective lens of an astronomical telescope. When viewed through the eyepiece, least count of the scale is found to be 20 millimeter. If the tube length is 25 centimeter, magnifying power of the telescope is A. 500, B. 50, C. 25, D. 20. ഇവിടെ ഇപ്പോൾ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററാണ്. ആ സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ്. ദറ്റ് ഈസ് 1 millimeter. ഇതിൻ്റെ IPC കൂടെ നോക്കുമ്പോൾ നമ്മൾ 20 millimeter-ആയിട്ടാണ് കാണുന്നത് ഈ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഒന്നിനെ 20 ഇരട്ടിയാക്കി മാറ്റി. വേറെ ഒന്നിനും പോകണ്ട. മാഗ്നിഫയിങ് പവർ ഈസ് ഇമേജ് സൈസ് ബൈ ഓബ്ജക്റ്റ് സൈസ്. 20 millimeter by 1 millimeter. Answer is 20. That's all. 20. Another one. A solenoid is constructed by a uniform wire of length 2 meter by winding it over a PVC pipe. It has a self-inductance of capital L. The wire is unwound, folded at the middle to act as a double wire. It is again wound over the same pipe. Value of self-inductance now is A. capital L, B. 2L, C. L/2, D. 0. ആദ്യത്തേത് ഞാൻ പടത്തിൽ കാണിക്കുന്നില്ല. ഒറ്റ കമ്പിയായിട്ട് ഇങ്ങനെ ചുറ്റി വിടുക. രണ്ടാമത്തെ കേസിൽ നടുക്ക് വെച്ചും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ ഇരട്ടയായിട്ടാണ് ചുറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിലൊരു എൻ്റെ കൂടെ കറണ്ട് കയറി ഇങ്ങനെ ഇറങ്ങി ഇതുവഴി തിരിച്ചു പോയി ഈ ലീഡിൽ കൂടെ ഇറങ്ങും. അപ്പോൾ അടുത്തടുത്തുള്ള ടേൺസിൽ എപ്പോഴും കറണ്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ ഒരെണ്ണം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തേത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇത്തരം കോയിലിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇതാ നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഒരു കോയിലിൽ കൂടെ ഒരു
ഭാഗത്തൂടെ ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ചുറ്റുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഭാഗത്തൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ചുറ്റി വരത്തുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങ് 0 ആവും. മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസും തൊപ്പിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഇപ്പോൾ 0 ഇതിനെ നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ് എന്നാണ് പറയുക. No self-inductance. That means L equals 0. That is the answer. The choice is D. Another one. The resolving power of a microscope is P1 when light of wavelength lambda is used. Resolving power is P2 when the light is replaced by wavelength lambda plus delta lambda. The ratio P1 by P2 will be A. Lambda by delta lambda, B. Delta lambda by lambda, C. 1 plus delta lambda by lambda, D. 1 minus delta lambda by d lambda. Delta 1 plus delta lambda by lambda, 1 minus delta lambda by. റിസോൾവിങ് പവർ നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റിങ്സ് നേരത്തെ ഉള്ളത് കാണണമെങ്കിൽ ഇത് ശരിക്കും ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. തിയററ്റിക്കൽ പാർട്ടൊക്കെ ഒന്നുകൂടെ കേൾക്കണം. റിസോൾവിങ് പവർ മൈക്രോസ്കോപ്പിൻ്റെ എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. ലാംഡ കുറയും തോറും റിസോൾവിങ് പവർ കൂടും. അപ്പോൾ റിസോൾവിങ് പവറിൻ്റെ ഫോർമുലയ്ക്കകത്ത് ലാംഡ ഡിനോമിനേറ്ററിൽ വരുന്നതായിട്ട് കാണാം. ഫോർമുല മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് വെച്ച് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസോൾവിങ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by lambda. അത് ഏത് ഇൻസ്ട്രുമെൻ്റായാലും. അല്ലെ റിസോൾവിങ് പവർ ഈക്വൽസ് 1 by lambda എന്ന് എൻട്രൻസിൽ അങ്ങ് എഴുതാം. നമുക്ക് എളുപ്പം എഴുതാം, പ്രൊപ്പോർഷനൊക്കെ എഴുതാൻ വേണ്ടി. അപ്പോൾ P1 ഈസ് 1 by lambda, P2 ഈസ് 1 by lambda plus delta lambda. എങ്കിൽ P1 by P2 ഈസ് lambda plus delta lambda by lambda or 1 plus delta lambda by lambda. Simple. Another one. The resolving power of an electron microscope is P when electrons accelerated by V volt is used. What will be the resolving power when the electron beam accelerated under 2V volt? ആദ്യം V ആയിരുന്നു, ഇപ്പോൾ 2V volt is used. A. P, B, 2P, C, P by 2, D, root 2P. V വോൾട്ട് ഉപയോഗിച്ചൊരു ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്താൽ അതിൻ്റെ ഡി ബ്രോഫ് വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് h/√2MEV. MU ഒക്കെ വിട എച്ചും ഒക്കെ. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ 1/√V എന്നങ്ങ് എടുത്താൽ മതി. h/√2MEV ആണ് V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഡി ബ്രോഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിൻ്റെ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റിയില്ല റിസോൾവിങ് പവർ. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ h/√2MEV. അത് ലാംഡ ഈക്വൽസ് 1/√V എന്നങ്ങ് എടുത്താൽ മതി എൻട്രൻസിന്. അപ്പം ലാംഡ ഈസ് 1/√V. റിസോൾവിങ് പവർ ഈസ് 1 by lambda. ഫലത്തിൽ റിസോൾവിങ് പവർ B ഈക്വൽസ് √V. V 2V ആക്കുന്നു. പുതിയ റിസോൾവിങ് പവർ ഇപ്പോൾ √2V. ദറ്റ് ഈസ് √2 into √V. √V ഈസ് P. ഇപ്പോൾ റിസോൾവിങ് പവർ, ന്യൂ റിസോൾവിങ് പവർ ഈസ് √2 into P. So choice is D. Thank you.